നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിൽ ഒരു ആശുപത്രിയിൽ നഴ്സായിരുന്ന രത്നമ്മ കാണുമ്പോൾ ഹൃദ്രോഗം മൂർച്ഛിച്ച് അവശനായി സുകുമാരക്കുറുപ്പ്. അയാൾ മരിച്ചു. ഇനി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പോലീസ്. ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കുറുപ്പിനെ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന രത്നമ്മയുടെ ഈ ഊഹാപോഹം അടിസ്ഥാനമാക്കിയാണ് ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും ചോദ്യങ്ങൾ. സുകുമാരക്കുറുപ്പ് എവിടെ വെച്ചു മരിച്ചു? എങ്ങനെ? എപ്പോൾ? കുറുപ്പ് മരിച്ചെങ്കിൽ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. എവിടെ വെച്ച് സംസ്കരിച്ചു? ആരുടെ കൂടെ ഉണ്ടായിരുന്നു ഇക്കാലം വരെയും സുകുമാരക്കുറുപ്പ്? തുടങ്ങി ചോദ്യങ്ങൾ ഒരുപാടാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെയാണ് പോലീസ് ഫയൽ ക്ലോസ് ചെയ്യുന്നത്. മരിച്ചു എന്ന് തെളിയിക്കുന്ന മരണ സർട്ടിഫിക്കറ്റോ കൃത്യമായ തെളിവുകളോ ശാസ്ത്രീയമായ മറ്റ് കണ്ടെത്തലുകളോ ഒന്നും തന്നെയില്ല. ഇതോടെ കേരള പോലീസിന് എക്കാലത്തും നാണക്കേടായി മാറുന്ന കേസായി സുകുമാരക്കുറുപ്പ്. നീ ആരാടാ സുകുമാരക്കുറുപ്പോ? കേരളത്തിലെ ഒരു സ്ഥിരം ഡയലോഗാണിത്. കുറുപ്പ് ജഗജില്ലി തന്നെ. പോലീസിനെ വട്ടം കറക്കിയ വേന്ദ്രൻ. മരണപ്പെട്ടെങ്കിൽ ആ ചാരം പോലും പോലീസിന് കിട്ടാത്ത വിധം തന്റെ ഒടുക്കം കുറിച്ചവൻ. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒടുവിൽ ഉത്തരമാകുന്നു. കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്ന നിഗമനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നാണ് ചാനലുകളിലെ തലക്കെട്ട്. എന്നാൽ എന്തുത്തരമാണ് കിട്ടിയത്? ഒരു ഊഹാപോഹത്തിൽ ഫയൽ ക്ലോസ് ചെയ്യുന്നു എന്ന് മാത്രം. അയാൾ മരിച്ചിട്ടുണ്ടാകാം, പക്ഷേ വേറെ ഒന്നിനെക്കുറിച്ചും ഒരു തുമ്പും വാലുമില്ല. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് കുറുപ്പ് മരിച്ചിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പുതിയ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഉടൻ റിപ്പോർട്ടും നൽകും. ഉന്നത ആലോചനയ്ക്ക് ശേഷമാകും അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനമാകുക. തീരുമാനമാകാത്ത കേസുകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 മാസം മുൻപാണ് സുകുമാരക്കുറുപ്പിന്റെ ഫയൽ പോലീസ് വീണ്ടും തുറന്നത്. സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് പറഞ്ഞ ആലപ്പുഴ സ്വദേശി രത്നമ്മയടക്കം ചില സാക്ഷികളുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. തുടർന്നാണ് ഈ കേസിൽ തുടർ നടപടി വേണ്ട എന്ന നിഗമനത്തിലെത്തിയത്. കൊലയ്ക്ക് ശേഷം സ്ഥലം വിട്ട കുറുപ്പിനെ കണ്ട ഏക മലയാളി ജാർഖണ്ഡിൽ നഴ്സായിരുന്ന രത്നമ്മയായിരുന്നു. ആ സമയത്ത് ഹൃദ്രോഗിയായിരുന്നു സുകുമാരക്കുറുപ്പ് എന്നാണ് വെളിപ്പെടുത്തൽ. രത്നമ്മ കുറുപ്പിനെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് അയാളുടെ പ്രായവും രോഗവും വെച്ച് നോക്കിയാൽ ഇത്രയും കാലം അയാൾ ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. തുടർന്നാണ് ഇനി കേസിൽ തുടർ നടപടി വേണ്ട എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കുറുപ്പിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ഉറ്റ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അടുത്തിടെ നടത്തിയ അന്വേഷണത്തിലും അവർക്ക് കുറുപ്പുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിരുന്നു. മരണപ്പെട്ടു എന്നുറപ്പിക്കുന്ന ഒരു രേഖയും കൈവശമില്ലെങ്കിലും ഇനി ജീവിച്ചിരിക്കാൻ വഴിയില്ല എന്ന നിഗമനത്തിൽ കുറുപ്പ് ജീവനോടെ ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഉത്തരം കിട്ടാതെ ചുവപ്പ് നാടയിൽ ഒടുക്കുന്നു. പോലീസുകാരുടെ ചില അനുഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു കുറ്റവാളി പോലീസിനെ ഇട്ട് വട്ടം കറക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ആവേശം കൂടും. അയാളെ കണ്ടെത്താനുള്ള ഒരു ത്വര. ഒരു കേസിനകത്തേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം കാണാതെ മനസ്സടങ്ങില്ല. കുറ്റവാളിയെ കിട്ടാതെ വരുമ്പോൾ ഈഗോ ഇളകും. അവനെ പിടിച്ചേ അടങ്ങൂ എന്ന വെറി വരും. എന്നാൽ കുറുപ്പിനെ തേടി ഇറങ്ങിയ ഉദ്യോഗസ്ഥർ കേസ് ക്ലോസ് ചെയ്താലും അസ്വസ്ഥരായിരിക്കും. വെറും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചതോടെ ജയിച്ചു കയറിയത് സാക്ഷാൽ സുകുമാരക്കുറുപ്പ് തന്നെയാണ്. ആ പിടികിട്ടാപ്പുള്ളിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കേരളവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 4.5 പതിറ്റാണ്ട് കാലം കേരള പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒന്നാകെ കുഴക്കിയ സമർത്ഥനായ ഒരു കുറ്റവാളി. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും അന്വേഷണ ഏജൻസികളെയും ഒരുപോലെ തോൽപ്പിച്ച സുകുമാരക്കുറുപ്പിന്റെ കഥ അത് സിനിമയെ വെല്ലുന്നതാണ്. മാവേലിക്കര കോടതിയിലെ ലോങ് പെൻഡിംഗ് കേസ് ലിസ്റ്റിലുള്ള ഈ അപൂർവ കേസ് അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് നൽകുന്നതോടെ കോടതി രേഖകളിൽ നിന്നും ഔദ്യോഗികമായി ഇല്ലാതാകും. ആലപ്പുഴയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് വില്ലേജിൽ പുത്തൻ വീട്ടിൽ ശിവരാമക്കുറുപ്പിന്റെ മകൻ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പ് ഇതിലൂടെ നിയമത്തിന് എന്നേക്കുമായി പിടികൊടുക്കാത്ത കഥാപാത്രമായി മാറും. ഒരു പ്രതിയെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിച്ച് 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. കസ്റ്റഡിയിൽ എടുക്കാതെയും ചോദ്യം ചെയ്യാതെയും ഒരാൾ പ്രതിയാണെന്ന് ഉറപ്പിച്ച അപൂർവ കേസുകളിലൊന്നാണ് സുകുമാരക്കുറുപ്പ് മുഖ്യപ്രതിയായ ചാക്കോ വധക്കേസ്. ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാതെ
പ്രതി ഇന്ന വ്യക്തിയാണെന്ന് ഉറപ്പിച്ച് ഇത് ആഗോള ക്രിമിനൽ കേസ് ചരിത്രത്തിൽ പോലും അപൂർവമായ സംഭവമാണ്. 1984 ജനുവരി 22-നാണ് കേരളത്തെയും ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തെയും നടുക്കിയ ആ ക്രൂരകൃത്യം നടക്കുന്നത്. ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന സുകുമാരക്കുറുപ്പ് തന്റെ പേരിലുള്ള 8 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താൻ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ഇതിനായി സ്വന്തം രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിൽ കയറ്റി മദ്യം നൽകി ബോധം കെടുത്തി കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. എന്നാൽ വിരലടയാളങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ച പോലീസ് മരിച്ചത് യഥാർത്ഥ കുറുപ്പല്ല എന്ന് കണ്ടെത്തി. തുടർന്ന് കേസിലെ കൂട്ടാളികളായ ഭാസ്കരപിള്ള ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പ്രധാന സൂത്രധാരനായ സുകുമാരക്കുറുപ്പ് അന്തരീക്ഷത്തിൽ അലിഞ്ഞതുപോലെ അങ്ങ് അപ്രത്യക്ഷനായി. അന്നത്തെ ലോക്കൽ പോലീസും പിന്നീട് വന്ന അതിസമർത്ഥരായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പഠിച്ച പണി 18 നോക്കിയിട്ടും കുറുപ്പിന്റെ ഒരു തരിമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. വടക്കേ ഇന്ത്യയിലെ സ്വാമിയായും ഗൾഫിലെ വ്യാപാരിയായും നേപ്പാൾ അതിർത്തിയിലെ ഒളിത്താവളങ്ങളിലുമെല്ലാം കുറിപ്പുണ്ട് എന്ന തരത്തിൽ ആയിരക്കണക്കിന് അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ 42 വർഷത്തിനിടെ ഉയർന്നു വന്നത്. ഇവിടേക്കെല്ലാം പോയി പരിശോധന നടത്തി പോലീസും വലഞ്ഞു. പലയിടങ്ങളിലും പോലീസും ക്രൈംബ്രാഞ്ചും പാഞ്ഞെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കുറിപ്പിനെ കിട്ടിയില്ല. ഇപ്പോൾ 4 പതിറ്റാണ്ടിന് ശേഷം അയാൾ ഹൃദ്രോഗിയായിരുന്നു, അതുകൊണ്ട് മരിച്ചിട്ടുണ്ടാകും എന്ന ലളിതമായ ന്യായീകരണം പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ അതൊരു തോൽവി സമ്മതിക്കലാണ്. കുറ്റവാളിയെ ജീവനോടെയോ അല്ലാതെയോ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയാതെ പോകുന്നത് പോലീസിന്റെ ചരിത്രത്തിലെ വലിയൊരു പോരായ്മയായി വിലയിരുത്തപ്പെടും. താൻ ചെയ്ത ക്രൂരമായ കൊലപാതകത്തിനൊടുവിൽ നിയമത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് എന്നേക്കുമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതിൽ കുറുപ്പ് എന്ന കുറ്റവാളി വിജയിക്കുക തന്നെയാണ് ചെയ്തത്. തെളിവുകളില്ലാത്ത ഈ മരണം സ്ഥിരീകരിക്കൽ മലയാളിയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ അജ്ഞാത സമസ്യയായി സുകുമാരക്കുറുപ്പിനെ മാറ്റി നിർത്തും. മലയാളികൾ ഭൂമിയിലുള്ള കാലം വരെ സുകുമാരക്കുറുപ്പും മലയാളി മനസ്സുകളിൽ നിലനിൽക്കും. വിക്രമാദിത്യ കഥകളിൽ വേതാളം പോലും ചോദിക്കാത്ത സങ്കീർണമായ ചോദ്യങ്ങളാണ് സുകുമാരക്കുറുപ്പ് എന്ന പിടികിട്ടാപ്പുള്ളിയെക്കുറിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത്. സുകുമാരക്കുറുപ്പിന്റെ യഥാർത്ഥ പേര് ഗോപാലക്കുറുപ്പെന്നാണ്. പക്ഷേ സ്വയം മാറ്റിയ പേര് സുകുമാരക്കുറുപ്പ്. ഇതുകൂടാതെ മറ്റു ചില പേരുകളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രേംകുമാർ, ഡോക്ടർ ജോഷി. പക്ഷേ വിളിപ്പേര് സുഗു. വിദ്യാഭ്യാസം SSLC, അത് ചെറിയനാട്ടെ ഒരു സ്കൂളിൽ നിന്നായിരുന്നു. പിന്നീട് PDC NSS കോളേജ് ചങ്ങനാശ്ശേരിയിൽ. പദ്മ ഓപ്കോ എന്ന ഒരു കമ്പനിയിൽ, അബുദാബിയിലെ കമ്പനിയിൽ കൊമേഴ്ഷ്യൽ ഡിവിഷനിൽ ഒരു സ്റ്റോർ കീപ്പർ ആയിരുന്നു ഈ സുകുമാരക്കുറുപ്പ്. പക്ഷേ സുകുമാരക്കുറുപ്പിന്റെ ഉള്ളിൽ ഒരു അത്യാഡംബരമായ ജീവിതമൊക്കെ വേണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ പേരിലുള്ള ആ 8 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ, ഒരു കൊലപാതകം പോലും ചെയ്യാൻ അയാൾക്ക് മടി തോന്നിയില്ല. അയാളുടെ ഉള്ളിലെ അടങ്ങാത്ത ഒരു ത്വര, ജീവിതത്തിൽ ഏറ്റവും നന്നായി ജീവിക്കണം, ഒരു സമ്പന്നനായി ജീവിക്കണം, സമ്പന്നരുടെ ജീവിതം തനിക്ക് വേണം എന്നുള്ളതായിരുന്നു അയാളുടെ ആ അത്യാർത്തി. അതാണ് ചാക്കോ വധക്കേസിലേക്ക് നയിച്ചത്. പക്ഷേ ഈ കേസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അന്വേഷണം നടക്കുമ്പോൾ തന്നെ ആദ്യം ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് പോലീസും അന്ന് അങ്ങ് എഴുതിയതാണ്. പിന്നീടാണ് സംശയം തോന്നുകയും ഇത് മറ്റാരോ ആണ് മരിച്ചത് എന്ന് പോലീസിന് സംശയം തോന്നുകയും ഒക്കെ ചെയ്യുന്നത്. സുകുമാരക്കുറുപ്പ് എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ? ഒരുപക്ഷെ ശരിയായിരിക്കാം. രത്നമ്മ എന്ന നേഴ്സ് പറഞ്ഞതുപോലെ തന്നെ അയാൾ കടുത്തൊരു ഹൃദ്രോഗി ആയിരുന്നുവെങ്കിൽ ഉറപ്പായും അയാൾ ഇന്ന് ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ 80-85 വയസ്സോളം ഈ പറയുന്ന സുകുമാരക്കുറുപ്പിന് ഉണ്ടാകുമായിരുന്നു. അയാൾ ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എങ്ങനെ ഇത്ര കാലം അയാൾക്ക് പോലീസിൽ നിന്ന് ഒളിച്ചു നടക്കാൻ കഴിഞ്ഞു, ഒളിവിൽ കഴിയാൻ സാധിച്ചു? അപാരമായ ഒരു ബുദ്ധി അയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള കുരുട്ട് ബുദ്ധികളിലേക്ക് അയാൾ കടക്കില്ലല്ലോ. മറ്റ് പല പേരുകളിലും അയാൾ അറിയപ്പെട്ടിരുന്നു. ഈ പറയുന്ന അബുദാബിയിൽ ജോലിക്ക് കയറിയില്ലായിരുന്നുവെങ്കിൽ അയാൾ കേരളത്തിൽ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി വലിയൊരു സമ്പന്നനായി തീരുമായിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സുകുമാരക്കുറുപ്പ് അവശനായിരുന്നുവെങ്കിൽ, അയാൾ ഹൃദ്രോഗി ആയിരുന്നു എന്ന ഒരു വിവരം പുറത്തു വന്നല്ലോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് ഒരു 50-60 വയസ്സൊക്കെ ആയ ഘട്ടത്തിൽ പോലും മറ്റൊരു സഹായമില്ലാതെ അയാൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ആരായിരിക്കാം അയാളെ സഹായിച്ചത്? അയാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആരായിരുന്നു?
ഈ പറയുന്ന ഭാര്യയെയും ബന്ധുക്കളെയും അതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിന്റെ നാട്ടിലെ സുഹൃത്തുക്കളും ഒക്കെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അയാൾക്ക് ഒരു തരത്തിലും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ മറ്റാരോ അയാൾക്ക് സഹായം കൊടുത്ത് അയാൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അയാളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യയിലുടനീളം അയാൾ എവിടെയൊക്കെയോ ഒളിച്ചിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. എന്തിനേറെ പോലീസ് ചുറ്റും അന്വേഷണം നടത്തുമ്പോൾ പോലും ചുറ്റുവട്ടത്തൊക്കെ തന്നെ അയാൾ ഉണ്ടായിരുന്നിരിക്കാം. നമ്മളെ വെട്ടിച്ച് നമ്മുടെ ഒപ്പം തന്നെ അയാൾ ഈ സമൂഹത്തിൽ കറങ്ങി നടന്നിട്ടുണ്ടാകാം. സുകുമാരക്കുറുപ്പ് പല രീതിയിൽ വേഷം മാറിയിരുന്നു. അയാൾക്ക് അതിനൊക്കെ ഒരു അപാര കഴിവായിരുന്നു. വിഗ് മാറ്റിവെച്ചും താടി ഫിറ്റ് ചെയ്തും അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റു മാറ്റങ്ങൾ വരുത്തിയും ഒക്കെയാണ് അയാൾ പലയിടങ്ങളിലായി ഒളിച്ചു കഴിഞ്ഞത്. അയാളെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസ് അവിടെ തിരക്കിയെത്തുമ്പോഴത്തേക്ക് സുകുമാരക്കുറുപ്പ് അപ്രത്യക്ഷനായിരുന്നു. അയാൾക്ക് ആരൊക്കെയോ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ കേരളത്തിന് പുറത്തു പോയോ, അതോ ഇന്ത്യയിൽ തന്നെ ഇല്ലായിരുന്നോ, വിദേശത്ത് എവിടേക്കെങ്കിലും അയാൾ കടന്നിരുന്നോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇവിടെയാണ് സുകുമാരക്കുറുപ്പിനെ ആസ്പദമാക്കിയ ഒരു സിനിമ തന്നെ മലയാളത്തിൽ ഇറങ്ങിയിരുന്നല്ലോ, ദുൽഖർ സൽമാൻ നായകനായ ആ സിനിമയിലും അവസാനം പറഞ്ഞു വെക്കുന്നത് സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ള ചോദ്യം തന്നെ ബാക്കിയായിരുന്നു. ആ സിനിമയിൽ അയാൾ വിദേശത്തേക്ക് കടന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇടയ്ക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, അതായത് സുകുമാരക്കുറുപ്പിന് വേണ്ടി കൊടുമ്പിരി കൊണ്ട് അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെയും മറ്റു ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. സുകുമാരക്കുറുപ്പിനെ പോലീസ് തന്നെ കൊലപ്പെടുത്തി, അയാളെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നു, കസ്റ്റഡി മരണമാണ് സംഭവിച്ചത്, പോലീസ് അയാളെ കൈവച്ചപ്പോൾ മരണപ്പെട്ടതാണ്, പോലീസ് തന്നെ അയാളുടെ ബോഡി മറവ് ചെയ്തു എന്നൊക്കെയുള്ള ചില വിവരങ്ങളൊക്കെ, ചില ഊഹാപോഹങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ എന്തായാലും സുകുമാരക്കുറുപ്പിന്റെ കേസ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. നമ്മൾ മാധ്യമങ്ങൾ തലക്കെട്ടുകൾ കൊടുക്കുമ്പോൾ അയാളുടെ കാര്യത്തിൽ തീരുമാനമായി, സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവിടെയും ഒരു ചോദ്യചിഹ്നം ഇടേണ്ടി വരും. കാരണം ഉറപ്പൊന്നുമില്ല അയാൾ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും. അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി കേരളത്തിൽ സുകുമാരക്കുറുപ്പ് വീണ്ടും മാറുകയാണ്. പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് സുകുമാരക്കുറുപ്പിന്റെ ആ ഒരു കേസ് ഡയറി. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ ചിലരൊക്കെ ഉണ്ട്, ചിലരൊക്കെ മരിച്ചിട്ടുണ്ടാകാം. അവരുടെയൊക്കെ ഒരു അവസ്ഥ കൂടി നമ്മൾ ഒന്ന് ഓർത്തു നോക്കുന്നത് ഒരുപക്ഷെ അവർ വല്ലാത്തൊരു നിരാശയിലായിരിക്കാം. കാരണം ആ കേസിന്റെ അന്ത്യം കുറിക്കാൻ അല്ലെങ്കിൽ അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശ ആ ഉദ്യോഗസ്ഥരിലൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുപ്രസിദ്ധമായ കേസാണ് സുകുമാരക്കുറുപ്പിൻ്റേത്. നമ്മളും ഈ കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ ഇനിയും സംഭവിച്ചേക്കാം. എന്തായാലും ഒരു ചോദ്യചിഹ്നം ഇട്ടു നിർത്തുകയാണ്, സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന്.